പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കല്ലിശ്ശേരി ജംഗ്ഷനിലാണ്, MC റോഡിൽ. നമുക്കറിയാം, ഇന്ന് നമ്മുടെ അമൃത ഹോസ്പിറ്റലിൽ നിന്നും കുഞ്ഞ് ആലിൻ ഷെറിൻ്റെ അവയവങ്ങളുമായി ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാനത്തിന് ഉടമയായ നമ്മുടെ ആലിൻ ഷെറിൻ്റെ അവയവമായി കൊച്ചിയിൽ നിന്നും ആംബുലൻസ് കടന്നു വരികയാണ്. അപ്പോൾ അതിന് നിരവധി ആംബുലൻസുകളും നിരവധി പോലീസ് സന്നാഹങ്ങളൊക്കെ നമ്മുടെ MC റോഡിലൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അതിനുവേണ്ടി കൈകോർക്കാം. വഴിയൊരുക്കുന്നതിൻ്റെ ഭാഗമായി ആംബുലൻസുകളൊക്കെ ഇവിടെ അണിനിരന്നിട്ടുണ്ട്. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നമ്മുടെ ഈ ഒരു കുഞ്ഞുമായിട്ട് പോകുന്ന ആംബുലൻസും മറ്റ് വാഹനങ്ങളും ഇതുവഴി കടന്നു പോകും. അപ്പോൾ അതിനുവേണ്ടി റോഡെല്ലാം സജ്ജീകരിച്ചുകൊണ്ട് എല്ലാ സന്നാഹങ്ങളും ഒരുക്കിക്കൊണ്ട് നമ്മളിവിടെ അതിനുവേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇപ്പോൾ കോട്ടയം കഴിഞ്ഞ് ചങ്ങനാശ്ശേരി റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ MC റോഡ് വഴി ഇതുവഴി കടന്നു പോകും. അപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാനത്തിന് ഉടമയായിരിക്കുകയാണ് നമ്മുടെ കാലത്തിൽ പൊലിഞ്ഞുപോയ ആലിൻ കുഞ്ഞിൻ്റെ ആ ഒരു അവയവദാനം. ആ ഒരു അവയവമായിട്ട് പോകുന്ന വാഹനം ഇപ്പോൾ ഇതുവഴി കടന്നു വരികയാണ്. നമ്മുടെ നിരവധി ആംബുലൻസുകളൊക്കെ ഇതിനൊക്കെ മുന്നോടിയായിട്ട് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് MC റോഡിൽ കാത്തുകെട്ടി കിടക്കുകയാണ്. 7:40 നമ്മുടെ അമൃത ഹോസ്പിറ്റലിൽ നിന്നും യാത്ര തുടങ്ങിയ നമ്മുടെ അവയവ ദാനവുമായി പോകുന്ന വാഹനം കുന്നുംപുറം ഇടപ്പള്ളിയിൽ നിന്ന് ബൈപ്പാസ് വഴി അങ്ങനെ യാത്ര തുടർന്ന് പാലാരിവട്ടം, വൈറ്റില, കുണ്ടന്നൂർ, അങ്ങനെ ഇടത്തോട്ട് തിരിഞ്ഞ് തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക് അങ്ങനെ പ്രവേശിച്ച് തലയോലപ്പറമ്പ്, ഏറ്റുമാനൂരെത്തി കോട്ടയം നഗരം വഴി MC റോഡിലൂടെ ഇങ്ങനെ വന്ന് നമ്മുടെ ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, പന്തളം, കൊട്ടാരക്കര, കിളിമാനൂർ, വെഞ്ഞാറമൂട്, കഴക്കൂട്ടം, അങ്ങനെ തിരുവനന്തപുരം ശ്രീധര മെഡിക്കൽ സെൻ്ററിലേക്ക് എത്തത്തക്കവണ്ണമുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലാണ് വാഹനം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ രീതിയിലുള്ള സജ്ജീകരണം ഒരുക്കിക്കൊണ്ട് വിവിധ ആംബുലൻസുകൾ, വിവിധ പോലീസ് സന്നാഹങ്ങളൊക്കെ നമ്മുടെ MC റോഡിൽ അവർ നിരനിരയായിട്ട് കാത്തുകെട്ടി കിടപ്പുണ്ട്. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ വാഹനം നമ്മുടെ MC റോഡിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നു. അങ്ങനെ അമൃത ഹോസ്പിറ്റൽ എറണാകുളത്തു നിന്നും തിരിച്ച വാഹനം ഇടപ്പള്ളി വഴി പാലാരിവട്ടം, വൈറ്റില, കുണ്ടന്നൂർ, അങ്ങനെ യാത്ര തിരിച്ച് തലയോലപ്പറമ്പ്, ഏറ്റുമാനൂർ, കോട്ടയം കഴിഞ്ഞ് MC റോഡിലൂടെ ചങ്ങനാശ്ശേരി, ഇപ്പോൾ തിരുവല്ല എത്തും. തിരുവല്ലയിൽ നിന്നും അങ്ങനെ ചെങ്ങന്നൂർ വഴി തിരുവനന്തപുരത്തേക്ക്, പന്തളം വഴി അടൂർ, പന്തളം, അങ്ങനെ നേരെ തിരുവനന്തപുരം ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ വാഹനം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നമ്മുടെ ഈ വീതിയിലൂടെ കടന്നു പോകും. അപ്പോൾ അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ട് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അതിനുള്ള സജ്ജീകരണം ചെയ്യാനായിട്ട് ആംബുലൻസ് സൗകര്യം, അതുപോലെ തന്നെ പോലീസ് വാഹനങ്ങളുടെ അകമ്പടി, ഇതെല്ലാം ഇവിടെ ക്രമീകരിച്ചുകൊണ്ട് അവർ റോഡിന് ഒരു തടസ്സം ഉണ്ടാകാത്ത രീതിയിലുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അവയവമായിട്ടെത്തുന്ന വാഹനം ഇപ്പോൾ തിരുവല്ല അടുക്കുകയാണ്. തിരുവല്ലയിൽ നിന്ന് ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ ഈ റോഡ് വഴി ഇപ്പോൾ കല്ലിശ്ശേരി വഴി പോവുകയാണ്. ഇപ്പോൾ നമ്മൾ കല്ലിശ്ശേരി ജംഗ്ഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ ഒരു കല്ലിശ്ശേരിയുടെ പ്രധാന ഒരു ഹൈലൈറ്റ്സാണിത്. അപ്പോൾ വിവിധ ആംബുലൻസുകൾ, അപ്പോൾ അവർ ആംബുലൻസുകളെല്ലാം റെഡിയാക്കി വിവിധ എല്ലാ സന്നാഹത്തോടു കൂടി, കാരണം അതിനെ സഹായിക്കുക എന്ന ഒറ്റ ലക്ഷ്യം, അതിന് വഴിയൊരുക്കുക എന്ന ലക്ഷ്യവുമായിട്ട് എല്ലാവരും ഇവിടെ ആൾക്കാർ ഒത്തിരി പേര് തടിച്ചു കൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിൽ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഇന്ന് കാലത്തിൽ കോട്ടയത്ത് വെച്ചുണ്ടായ അപകടത്തിൽ പൊലിഞ്ഞുപോയ കൊച്ചുകുഞ്ഞിൻ്റെ അവയവം ഇന്ന് ദാനം നൽകുകയാണ്. അവയവദാനത്തിൽ അവയവമായിട്ട് ഇന്ന് വാഹനം ഇതുവഴി കടന്നു വരികയാണ്. ഇവിടെയുള്ള ആംബുലൻസിലെ ഡ്രൈവേഴ്സൊക്കെ ചേർന്നുകൊണ്ട് ഇവിടുത്തെ ട്രാഫിക് അവർ സ്വയം നിയന്ത്രിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. അങ്ങനെ അവർ റോഡിലൂടെയുള്ള എല്ലാ ഗതാഗതത്തെ നിയന്ത്രിച്ചുകൊണ്ട് ആ വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയാണ്. അവയവദാനങ്ങൾ 3 ബോക്സിലായിട്ട് 3 കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് അവയവദാനം നൽകുന്നത്. ആ 3 കുഞ്ഞുങ്ങളുടെ ജീവനാണ് ഇനിയും ഇവൻ്റെ തുടിപ്പുകളായിട്ട് ഇനി മാറുന്നത്. അപ്പോൾ അമൃതയിൽ നിന്നും അമൃത ഹോസ്പിറ്റലിലെ ജീവനക്കാരും ഈ ആംബുലൻസിൽ കയറിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അപ്പോൾ അവരും ഇതിൻ്റെ കൂടെ തന്നെ മറ്റു മെഡിക്കൽ എല്ലാ സഹായങ്ങളും ഉണ്ട് ഈ ഒരു ആംബുലൻസിനൊപ്പം. അപ്പോൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ ഒരു എറണാകുളത്തു നിന്നും അമൃത ഹോസ്പിറ്റലിൽ തിരിച്ച ആംബുലൻസ് നമ്മുടെ തിരുവനന്തപുരം ശ്രീധര ഹോസ്പിറ്റലിലേക്ക് നീങ്ങുന്നത്. അവയവദാനത്തിന് വേണ്ടിയുള്ള ഈ ഒരു ആംബുലൻസ് അതിൽ 3 ബോക്സുകളിലാണായിട്ടാണ് ഈ അവയവങ്ങൾ കൊണ്ടുപോകുന്നത്. ഒരു ആംബുലൻസിൻ്റെ 3 ബോക്സുകളിലായിട്ട് 3 കുഞ്ഞുങ്ങൾക്ക്
ഈ ഒരു അവയവം ഞങ്ങൾ പിടിപ്പിക്കും. അങ്ങനെ 3 ജീവൻ്റെ തുടിപ്പുകളാണ് നമ്മുടെ ഈ MC റോഡിലൂടെ ഇപ്പോൾ പോകുന്നത്. തിരുവനന്തപുരത്തു നിന്നും യാത്ര ആരംഭിച്ച് ഏകദേശം 2-2.25 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്തേക്ക് എത്തത്തക്കവണ്ണമുള്ള ക്രമീകരണമാണ് ചെയ്തു വരുന്നത്. ഏകദേശം 9:30 തിരുവനന്തപുരത്ത് എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ റോഡിലുള്ള മറ്റ് പ്രയാസങ്ങളൊന്നുമില്ല എങ്കിൽ കറക്റ്റ് 9:45 തിരുവനന്തപുരത്ത് എത്തേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ജംഗ്ഷനിലും മറ്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കത്തക്കവണ്ണം എല്ലാ ക്രമീകരണങ്ങളും ഇവിടുത്തെ ആംബുലൻസ് സേവനങ്ങളൊക്കെ ഇവിടെ ലഭ്യമാണ്. വാഹനം കടന്നു വരികയാണ്. അതെ, ഇവിടെ നാട്ടുകാരും പ്രവർത്തകരും ഒക്കെ ചേർന്ന് ഇവിടെ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്ന കാണാം. അതെ, വാഹനം എത്തുകയാണ്, വാഹനം വരികയാണ്, വാഹനം അതാണ്.